ഓക്കെ അസ്കർ, ഒറ്റ മിനിറ്റ് അസ്കർ, മറുപടി. ഏറ്റവും ചുരുങ്ങിയ പക്ഷം താത്വികാചാര്യൻ EMS പറഞ്ഞെങ്കിലും അംഗീകരിക്കുമോ? സന്നദ്ധ സംഘടനയാണ് RSS എന്നുള്ളത്. ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുകൂടെ വേണം. 1977 ഉദുമയിലും മഞ്ചേശ്വരത്തും നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് മത്സരിക്കുന്നത്. ജനതാ പാർട്ടിയിൽ സോഷ്യലിസ്റ്റും അതുപോലെ ജനസംഘം നേതാക്കന്മാരും ഒക്കെ ചേർന്നുള്ളതാണ്. 77 മൊറാർജി ദേശായി മന്ത്രിസഭയിൽ കൃത്യമായിട്ട് ശങ്കുറ്റി ദാസ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ CPM-ഉം ഇടതുപക്ഷവും പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഉണ്ടാകുന്നത്. അപ്പോ വളരെ കൃത്യമായി അതിനെ ഒക്കെ തന്നെ ഒരു ബാന്ധവം എന്ന തരത്തിൽ ചിത്രീകരിക്കാനാവില്ലേ? വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു. EMS പറഞ്ഞിട്ടുള്ള RSS എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളത് പോലെ തന്നെ RSS എന്ന് പറയുന്നത് മത തീവ്രവാദം പ്രചരിപ്പിക്കുന്ന വർഗീയ സംഘടന എന്ന് തന്നെയാണ് പറയുന്നത്. ഹിന്ദുത്വ രാഷ്ട്രം വിഭാവന ചെയ്യുന്ന ഒരു സംഘടന അല്ല. EMS-ന്റെ ഒരു നിങ്ങളൊരു നിയമസഭ മറുപടി മാത്രം എടുത്തു വെച്ചുകൊണ്ട് EMS പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. EMS-ന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള മുഴുവൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും പരിശോധിച്ചാൽ RSS-ന്റെ ഒരു സ്ഥലത്തും അദ്ദേഹം ന്യായീകരിച്ചിട്ടില്ല. RSS ഒരു ഹിന്ദുത്വ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന സംഘടന എന്ന് തന്നെയാണ് EMS പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ വളരെ കൃത്യമായി പല ഭാഗത്തും അത് പല ലേഖനങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. നിയമസഭയിലേത് ഔദ്യോഗികമായിട്ടുള്ള രേഖയാണത്. അതല്ല, ഇപ്പൊ എങ്കിലും അങ്ങും സംഘപരിവാറും EMS-നെ അനുകൂലിക്കുന്നതിൽ നന്ദിയുണ്ട്. ഓക്കെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് BN അസ്ക.